അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക, ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന്. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ ശാലിനിയും വിഷ്ണുവും കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൊക്കയുടെ താഴേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അനക്കം കേൾക്കുന്നു. അപ്പം വിഷ്ണുവിനും ശാലിക്കും മനസ്സിലാവുന്നു അവിടെ കുട്ടികളുണ്ടെന്ന്. അങ്ങനെ കുട്ടികൾ വിളി കേൾക്കുന്നുണ്ട്. കുട്ടികൾ തിരിച്ചും വിളി കേൾക്കുന്നു. അപ്പോൾ കുട്ടികളെ രക്ഷിക്കാനുള്ള പദ്ധതികൾ ആലോചിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പി പറയുന്നുണ്ട് എനിക്ക് ദാഹിക്കുന്നു. അങ്ങനെ വെള്ളവും പഴവും എല്ലാം താഴേക്ക് ഇറക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഇറക്കി കൊടുത്ത് അവരതൊക്കെ കഴിക്കുന്നു. മൂപ്പനാണെങ്കിൽ അതിലേക്ക് ഇറങ്ങാനുള്ള കയറും തപ്പി അങ്ങ് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ നൂർജഹാൻ്റെ നസീറിൻ്റെ ബാപ്പ പോയി ചന്ദ്രബോസിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ടവർ ലൊക്കേഷൻ കുടുംബശ്രീ ശാരദയുടെ വീട്ടിലാണെന്ന് അറിയുന്നു. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നു എനിക്ക് എന്തൊരു അവസരങ്ങളാണ് വരുന്നത്, എന്തായാലും ഞാൻ പോയി കണ്ടുപിടിച്ചോളാം, നിങ്ങൾ പോയി കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളാൻ പറയും. അങ്ങനെ നമ്മുടെ വിഷ്ണു കയറുമായിട്ട് ഇറങ്ങുവാണ് കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് മൂപ്പൻ പറയുന്നു ഇനി ഗാർഡുകളെ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ കുട്ടികളെയൊക്കെ വിഷ്ണു രക്ഷിക്കുന്നു. ഇതേ സമയം വീട്ടിലാണെങ്കിൽ ആകെ പ്രശ്നമാകുവാണ്. ചന്ദ്രബോസ് വീണ്ടും കുടുംബശ്രീ ശാരദയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ശാരദയോട് പറയുന്നു കണ്ടോ ദൈവം എനിക്ക് ഓരോരോ അവസരങ്ങൾ തരുന്നത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ. എൻ്റെ ഫ്രണ്ടാണ് അബൂബക്കർ, അവൻ പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. അവൻ്റെ മകൻ്റെ കല്യാണത്തിന് നിശ്ചയിച്ചിരുന്ന പെണ്ണിനെ ഇങ്ങനെ അനൂപ് തട്ടിക്കൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അപ്പം തന്നെ ശാരദയ്ക്ക് ടെൻഷൻ ആവുന്നുണ്ട്. കാരണം നൂറ് അകത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശാരദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും, കാരണം അയാൾ വീട് പരിശോധിക്കും, നൂറിനെ കാണുമെന്നൊക്കെ ശാരദയ്ക്ക് അറിയാം. വീണ്ടും പ്രശ്നങ്ങളാവും. ഒന്നാമത് നമ്മുടെ ശാലിനി അവിടെ സ്ഥലത്തുമില്ല. ഇതേ സമയത്താണ് നമ്മുടെ അനൂപ് നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നൂറ് മിക്കവാറും അപ്പോൾ പോലീസ് വരുമ്പോഴത്തേനും നൂറ് മിക്കവാറും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിക്കുന്നു. അപ്പോഴത്തേനും പോലീസും എല്ലാം അവിടത്തേക്ക് വരികയാണ്. പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ഇടയിലൂടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കടുവ വരുന്ന കടുവയുടെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ കടുവ ഒന്നും ചെയ്യില്ലെന്നാണ് തോന്നുന്നത്. അതൊന്നും പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ചന്ദ്രബോസിൻ്റെ ഉദ്ദേശം നടക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം നൂറ് അയാളുടെ കൂടെ പോകാൻ ചാൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല കണ്ടാലും. കാരണം നൂറിനറിയാം ഒന്നാമത് നസീറിനെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നൂറ് പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ ചന്ദ്രബോസ് പരമാവധി അവരെ കേസിൽ അകപ്പെടുത്താൻ നോക്കും. കാരണം ഭയപ്പെടുത്തും പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മുടെ ചന്ദ്രബോസിന് വീണ് കിട്ടിയ അവസരങ്ങളൊന്നും ചന്ദ്രബോസ് കളയത്തില്ല. അതുകൊണ്ട് ചന്ദ്രബോസ് നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക്